നമസ്കാരം. വിഴിഞ്ഞത്തെ അസ്മാക് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ച സംഭവം കേരളത്തെ ആകെ നടുക്കിയിരിക്കുകയാണ്. എന്നാൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ കേസിൽ ദുരൂഹതയുമേറുന്നു. മരണകാരണം ഭക്ഷ്യവിഷബാധയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ സ്ഥിരീകരണമില്ല. കൊല്ലം സ്വദേശികളായ ഷാജിയുടെയും അമ്മായിയമ്മ റഷീദ ബീവിയുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതോടെയാണ് വീണ്ടും സംശയം ഉണരുന്നത്. എന്താണ് മരണകാരണമെന്ന്? റഷീദ ബീവിയുടെ റിപ്പോർട്ടിൽ ഭക്ഷ്യവിഷബാധയുടെ ചില സംശയങ്ങൾ നിഴലിക്കുന്നുണ്ടെങ്കിലും അത് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. ഷാജിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങളും കണ്ടെത്താനായിട്ടില്ല എന്നത് കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇരുവരുടെയും ആന്തരിക അവയവ സാമ്പിളുകൾ കൂടുതൽ വ്യക്തതയ്ക്കായി കെമിക്കൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഹോട്ടലിൽ നിന്നും കണവാ തോരനും മീൻമുട്ടയും കപ്പയും പൊറോട്ടയുമാണ് ഈ കുടുംബം കഴിച്ചത്. ഭക്ഷണം കഴിച്ചു മടങ്ങിയ ഉടൻ തന്നെ റഷീദ ബീവിയുടെ നാവ് കുഴയുകയും ശരീരം തളരുകയുമായിരുന്നു. പിന്നാലെ ഷാജിയും ശക്തമായി ഛർദ്ദിച്ചു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത് തളർച്ച അനുഭവപ്പെട്ടപ്പോൾ അവർ വെള്ളം ചോദിച്ചു, തുടർന്ന് കട്ടൻ ചായ വാങ്ങി നൽകി എന്നാണ്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഷാജിയുടെ ഭാര്യ സജീന ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കുട്ടികൾക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നത് മാത്രമാണ് ആശ്വാസം. ദുരന്തത്തിന് പിന്നാലെ അസ്മായ്ക്ക് ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്താനായിട്ടില്ല. അടുക്കളയും പരിസരവും വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നുമില്ല. മീനിലും അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ സാമ്പിളുകൾ ശേഖരിച്ച് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയല്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് 2 പേർ മരിച്ചത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മീനിൽ ഉപയോഗിച്ച എന്തെങ്കിലും മാരകമായ രാസവസ്തുക്കളാണോ വില്ലനായതെന്നും അതോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഈ കുടുംബത്തിനുണ്ടായിരുന്നോ എന്നുള്ളതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കാൻ ആന്തരിക അവയവ പരിശോധനാ ഫലം പുറത്തുവരേണ്ടതുണ്ട്. വിഴിഞ്ഞത്തെ സംഭവത്തിൽ മരണകാരണം ഭക്ഷ്യവിഷബാധയാണോ അതോ മീനിൽ കലർന്ന മാരകമായ രാസവസ്തുക്കളാണോ എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വ്യക്തമായ സൂചനകൾ നൽകാത്ത സാഹചര്യത്തിൽ ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ ലാബ് പരിശോധനാ ഫലം മാത്രമാണ് ഇനി ഏക ആശ്രയം. ഭക്ഷണം കഴിച്ച് മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിച്ചു എന്നത് വിഷാംശത്തിന്റെ തീവ്രതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹോട്ടലിലെ സാഹചര്യം തൃപ്തികരമാണെന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണ്ടെത്തൽ കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. എങ്കിലും ചികിത്സയിൽ കഴിയുന്ന സജീനയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നത് സത്യം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചേക്കും. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തകർത്ത ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എത്രയും വേഗം പുറത്തു കൊണ്ടുവരേണ്ടത് പൊതുജന ആരോഗ്യ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ നിയന്ത്രിക്കുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. 2006 ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം ആണിത് പ്രവർത്തിക്കുന്നത്. ഏതൊരു ഭക്ഷണശാലയ്ക്കും അത് ചെറുകിട തട്ടുകട മുതൽ വലിയ ഹോട്ടലുകൾ വരെയുള്ളവർക്ക് ഈ ലൈസൻസ് നിർബന്ധവുമാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് മുൻകൂർ നോട്ടീസ് നൽകാതെ തന്നെ ഏത് ഹോട്ടലിലും പരിശോധന നടത്താനും സാമ്പിളുകൾ ശേഖരിക്കാനും അധികാരമുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷകളാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഭക്ഷണത്തിലൂടെയുള്ള വിഷബാധ മരണത്തിന് കാരണമായാൽ 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും കുറഞ്ഞത് 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. ഈ തുക ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭക്ഷ്യവിഷബാധ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്.